എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ സ്വഭാവം ഇതാണ്. 1 കൊരിന്ത്യർ 13-ാമത്തെ തിരുവചനം. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, മറ്റുള്ളവരെ അപമാനിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നില്ല. സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്നേഹം സ്വന്തം ലാഭം മാത്രമല്ല, മറ്റുള്ളവരുടെ നന്മയും കാണുന്നു. സ്നേഹം കോപിക്കുന്നില്ല, ചെറിയ കാര്യങ്ങൾക്ക് തീ പൊള്ളുന്ന ഹൃദയവുമല്ല. ക്ഷമയുള്ള മനസ്സാണ് സ്നേഹം. സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല, തെറ്റുകൾ കണക്കിൽ കൂട്ടി വയ്ക്കാതെ ക്ഷമിച്ചു വിടുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള സ്നേഹം മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. ക്രിസ്തുവിൽ നാം അനുഭവിക്കുന്ന സ്നേഹമാണ് നമ്മെ ഇങ്ങനെ ജീവിക്കുവാൻ ശക്തരാക്കുന്നത്. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, എൻ്റെ ഹൃദയം നിൻ്റെ സ്നേഹത്താൽ നിറയ്ക്കണമേ. ഈശോ, നിൻ്റെ സ്നേഹം ഈ മക്കളിലേക്ക്, നീ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളിലേക്ക് പറ്റാത്തുറവയായി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ, മക്കളും മാതാപിതാക്കന്മാരും തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടട്ടെ. അപ്പോൾ ഞങ്ങളുടെ പൂർവികന്മാർ വന്നുപോയ, ദൈവത്തെ മറന്ന് അവർ മൂലം വന്നുപോയ തഴക്കദോഷങ്ങൾ, ശാപദോഷങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെയും മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയിൽ അമർന്ന് ആത്മഹത്യ ചിന്തയിൽ കൂടി കടന്നു പോകുന്ന മക്കളിലേക്ക് ഈശോയുടെ കരം നീളുന്നു. ഈശോ ആ മക്കളുടെ മേൽ ഇടപെടുന്നു. മക്കളുടെ കുടുംബങ്ങളുടെ മേൽ ഈ നിമിഷം ഇടപെടുന്നു. ആരെല്ലാം ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നുവോ ആ മക്കളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഈശോയുടെ അനുഗ്രഹത്തിൻ്റെ കരം ചലിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഉപജീവന മാർഗത്തെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. പ്രിയപ്പെട്ട ദൈവജനമേ, എല്ലാ മാസവും 2-ാം ബുധനാഴ്ച ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രാൻസിസ് പുത്തൂർ അച്ഛനോടൊപ്പം പ്രാർത്ഥനാ കൂട്ടായ്മ നേതൃത്വം നൽകുന്ന വചന പ്രഘോഷണ ധ്യാനം വൈകുന്നേരം 5 മണി മുതൽ 9:30 വരെ. ആരാധന, കുമ്പസാരം, അതുപോലെ തന്നെ കയ്യൊപ്പ് ശുശ്രൂഷ, ദിവ്യബലി, നേർച്ചകൂട്ട്, നൊവേന, എല്ലാ ശുശ്രൂഷയിലേക്കും ദൈവമക്കളെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സാധിക്കുന്ന എല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. വലിയ വിടുതലിനായി കടന്നു വരുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തലോ